രാവിലെ 5:30 ആയിട്ടേ ഉള്ളൂ. നമ്മൾ രാവിലെ ഇവിടുന്ന് തവാങ് മൊണാസ്ട്രി ഉണ്ട്. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മൊണാസ്ട്രിയാണ് തവാങ് മൊണാസ്ട്രി. അപ്പോൾ നമ്മൾ തവാങ് മൊണാസ്ട്രിയിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ഈ പെണ്ണ് രാവിലെ എണീപ്പിച്ചിട്ട് ചായയൊക്കെ വാങ്ങിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് തവാങ് മൊണാസ്ട്രി. നമ്മുടെ ലാമാജി നമ്മുടെ വണ്ടിയൊക്കെ ഓണായിട്ടിട്ടുണ്ട്, ഒന്ന് ചൂടായിട്ടിട്ടുണ്ട്. പുള്ളി രാവിലെ വിളിക്കുക, ഞാൻ രാവിലെ എന്നെ ഒരുത്തിനെ വിളിച്ചേക്കായിരുന്നു പുള്ളി പറഞ്ഞത്. പക്ഷേ രാവിലെ എന്തായാലും 5:30 ആയപ്പോഴത്തേക്ക് പുള്ളി റെഡി ആയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും കാര്യമായി. നമുക്ക് നമ്മുടെ മോണാസ്ട്രി ഐസ് ഉണ്ടോ അവിടെ? ഐസ് ഐസാ? രാവിലെ നോക്കിയപ്പോൾ 2 ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ. ഇപ്പോൾ 3 ഡിഗ്രി ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 4 ഡിഗ്രി 5 ഡിഗ്രിക്ക് ആവും ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ തവാങ് മൊണാസ്ട്രിയിൽ പോയിട്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെയാണ്. ദേ അവിടുത്തെ മുകളിലത്തെ ഇതുണ്ട്, അവിടെയൊക്കെ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അവിടെ എല്ലാം ഇങ്ങനെ സ്നോ കിടക്കുന്നതാണ്. ദേ ആ പീക്കിലൊക്കെ സ്നോ കിടപ്പുണ്ട്. തവാങ്ങിൽ വന്നിട്ട് സൂര്യോദയം കണ്ടില്ല എന്നേ പറയണ്ട. അടിപൊളി. എന്താടി പൂവ്? ഹൈഡ്രാഞ്ചിയ വരുന്നില്ല. എനിക്ക് നന്നായിട്ട് വേണ്ടത് കിട്ടത്തില്ലടി, ഇതിൽ കിട്ടത്തില്ല. പോവാം, കിട്ടത്തില്ലടി. നമ്മൾ നേരെ നമ്മുടെ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ തവാങ് മൊണാസ്ട്രിയിലേക്ക് പോവാണ്. നമ്മുടെ ലാമാജിയുടെ വണ്ടി തന്നെ പോവും. അവിടെ നമ്മുടെ ബുംല വണ്ടി വേറെ വണ്ടി. ഇവിടുന്ന് ഇവിടെ ഭയങ്കര ലോക്കലൈസേഷൻ. ഇവിടുത്തെ വണ്ടികൾ ഇവിടെ വരെ ഡ്രോപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇവിടുന്ന് ബുംല പോകണമെങ്കിൽ ഇവിടുത്തെ വണ്ടീനെ വിളിക്കണം. അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അവിടുന്ന് പിക്കപ്പ് ചെയ്തു. അങ്ങനെ അരുണാചൽ പ്രദേശിലെ ഗവൺമെൻറ് ടൂറിസ്റ്റ് ലോഡ്ജ് തവാങ്ങിൽ നിന്നും നമ്മൾ തവാങ് മൊണാസ്ട്രിയിലേക്ക് പോവുകയാണ്. നമുക്ക് 4 കിലോമീറ്റർ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും. ശരിക്കും നമ്മൾ താമസിച്ചത് ഈ തവാങ് സിറ്റിയിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പൈസ കുറഞ്ഞ ഒരു ലോഡ്ജായിരുന്നു. അത് നമ്മുടെ ലാമാജിലുള്ളതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ച ഏരിയാസും ഇത് തവാങ് ഫെസ്റ്റിവലായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മൾ ഇന്നലെ തലേ ദിവസമാണ് അത് കഴിഞ്ഞത്. നമുക്ക് അൺഫോർച്യുനേറ്റ്ലി അത് മിസ്സായി. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ ഭയങ്കര ഫെസ്റ്റിവലായിരുന്നു ഇവിടുത്തെ. അപ്പോൾ എന്തായാലും നമുക്ക് മിസ്സായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം 4 കിലോമീറ്ററുണ്ട് അവിടെ എത്താനായിട്ട്. അപ്പോൾ ഇതെല്ലാം പോകുന്നതെല്ലാം തന്നെ നമ്മുടെ ഈ തവാങ് മാർക്കറ്റിനകത്തുകൂടിയാണ് നമ്മൾ പോവുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം സമയം ഇവിടുത്തെ അപേക്ഷിച്ച് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. കണ്ടോ, ഒരാൾ പോലും ഇല്ല. ഇന്നത്തെ ഫെസ്റ്റിവലിൻ്റെ ക്ഷീണമൊക്കെ കൊണ്ടിട്ടായിരിക്കും. നമുക്കൊന്ന് ജസ്റ്റ് വഴി മിസ്സായ ചോദിക്കാൻ പോലും ഒരിതില്ല. മൊത്തം വഴിയാണ്. ഗൂഗിൾ മാപ്പ് എപ്പോഴും തെറ്റിച്ചോണ്ട് പോകും. അതാ, പുള്ളിക്കാരൻ ഉള്ളതുകൊണ്ട് സെറ്റായിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ മൊണാസ്ട്രിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഈ ഒരു ടോപ്പിലാണ്. അതായത് തവാങ്ങിൽ തന്നെ ആൾമോസ്റ്റ് ടോപ്പായിട്ടുള്ളൊരു പീക്കിലാണ് മൊണാസ്ട്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആദ്യത്തെ റേസൊക്കെ വന്ന് വീഴുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും അതിൻ്റെ ഒരു ഡിസൈൻസും ഒക്കെ. ഇപ്പോൾ ഒരുപാട് മൊണാസ്ട്രീസ് ഉണ്ട്, ബുദ്ധൻ്റെ പ്രതിമകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ അതിൽ ഏറ്റവും പഴക്കം ചെന്നതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതുമായിട്ടുള്ള മൊണാസ്ട്രി ആയതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും തവാങ്ങിൽ വന്നു കഴിഞ്ഞാൽ മിസ്സാക്കാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ തവാങ് നമ്മുടെ മൊണാസ്ട്രി എന്ന് പറയുന്നത്. വൻ വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. വ്യൂസ് ആയാലും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ രാവിലെ ആ തണുപ്പ് നമുക്ക് കാറിനകത്തിരിക്കുമ്പോഴേ അറിയാനുണ്ട്. കാറിനകത്തിരുന്നാലും ആ ഒരു ഹീറ്റർ ഇട്ടിട്ട് മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെയിൽ ജസ്റ്റ് വന്നിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ വെയിൽ വന്നിട്ട് ഇവിടെ കാര്യമില്ല. നമുക്ക് നന്നായിട്ട് തണുക്കും. തണുത്ത് വിറച്ച് നിൽക്കും രാവിലെയൊക്കെ. അതുകൊണ്ട് ഒരുപാട് സമയത്ത് വെയിലത്ത് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ചൂടാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മൊണാസ്ട്രിയുടെ ഭാഗമാണ് ഇതെല്ലാം തന്നെ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ലാമാണ്ണം വിടും. അപ്പോൾ അവിടുന്ന് പിന്നെ കുറച്ച് നടക്കാനുണ്ടെന്നാണ് അണ്ണൻ പറഞ്ഞത്. ഇപ്പോൾ എവിടെയെങ്കിലും നടന്ന് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ കണ്ണൂരിൻ്റെ ഫേവറേറ്റ് ഐറ്റം എഞ്ചു ഇടായത് കൊല്ലാവോടാ ചിന്തിരി കിറ്റപ്പറ്റ. അയ്യോ ചേട്ടാ, ചേട്ടനും ഫ്രണ്ടും കൂടാണ് കറക്കുന്നത്. കൊള്ളാവോടാ ചേട്ടാ? ചേട്ടോ എങ്ങനെയുണ്ട്? സ്പീഡിന് കറക്കുവാണോ? അത്രയും സ്പീഡൊന്നും വേണ്ട. ഈ റൂഫ് ടോപ്പിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. അതായത് നൈറ്റിൽ മഞ്ഞുവീഴ്ചയുണ്ട്, ചെറിയൊരു മഞ്ഞുവീഴ്ചയുണ്ട്. നമ്മൾ ആ വണ്ടിയുടെയൊക്കെ പുറത്ത് കണ്ടില്ലേ, അതെല്ലാം ഈ വെയിലടിച്ചപ്പോഴത്തേക്ക് ഒന്ന് ഉരുകി വീഴുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഈ ക്യാമറയിൽ കിട്ടുമെന്നറിയില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഗാർഡനിങ് സിസ്റ്റം
റോസ ഉണ്ടോ അവിടെ? റോസ കാണിച്ചു. ആ റോസ ചെടിയൊക്കെ വലിപ്പം കണ്ട. ഏതാ അത്? വയലറ്റ് കളർ. പക്ഷെ താഴെയും വളരുമായിരിക്കുമല്ലോ. ആ തേങ്ങയിലുണ്ടായിരുന്നു. ഇതൊന്നും കണ്ടിട്ടില്ല. ഇതും കിട്ടത്തില്ല ശരിക്കും. തേങ്ങ എന്ന് പറയുന്നത് തേങ്ങാന്നാന്നോ? തേങ്ങ അത് നമ്മൾ പറഞ്ഞ് തേങ്ങയാക്കി. പഴയ ബിൽഡിങ്ങാണ്. AD 1600-കളിലാണ് ഈ തവാങ് മൊണാസ്ട്രിയുടെ നിർമ്മാണമൊക്കെ. അതിനുശേഷം പലപ്പോഴായിട്ട് പല കിങ്ഡംസുമൊക്കെ ഇതിൻ്റെ അഡീഷൻസൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി പോയാലും മൊണാസ്ട്രിയിൽ എത്തുമായിരിക്കാം. എൻ്റെ മെയിൻ ഗേറ്റ് വേറെ എവിടെയാണെന്ന് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് കയറാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ആ പഴയ ഗേറ്റ് വഴി കയറിയതാണ്. ഈ മുകളിലെ മഞ്ഞ് വേണ്ടി നടന്നില്ലേ, അത് വെയിലടിച്ച് ഉരുകുന്നതാ. മുകളിൽ നിന്ന് വീഴുക. ആ മഞ്ഞുരുകി വീഴുന്ന അത് നമ്മള് ഊതി വിട്ട സാധനം അല്ലേ? ഈ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. തണുക്കും, നല്ല തണുപ്പാ. എൻ്റെ കയ്യിൽ രാവിലെ ശകലം വെള്ളം വീണിട്ട് എനിക്ക് വയ്യായിരുന്നു. വാ 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 വാ. ദേ ഇവിടം വരെ വണ്ടി വരുമായിരുന്നു. നമ്മുടെ നാട്ടിലെ അമ്പലത്തിലേക്ക് കാണുന്ന പോലെ ഒരു കൊടിമരം. അത് അവരുടെ പ്രയർ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. മൊണാസ്ട്രി രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുറക്കും. പക്ഷേ ആദ്യത്തെ കുറച്ച് സമയം ഇവിടുത്തെ ലാമമാർക്കും അവരുടെ പഠിക്കുന്ന കുട്ടികൾക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള പ്രയർ സെക്ഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഫാമിലിനൊക്കെ പോയി അവരോട് പെർമിഷൻ ചോദിക്കണം. പക്ഷേ അവർ പറഞ്ഞ് കുട്ടികളായി കയറി അവരുടെ പൂജയും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അതുവരെ നമുക്കിവിടെ ചുറ്റിക്കറങ്ങി കാണാം. ഞാൻ ശരിക്കും ഇവിടുത്തെ ഒരു കുട്ടി ലാമയെടുത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവർ ചെറിയ പ്രായത്തിൽ തന്നെ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ ഇവരുടെ മൊണാസ്ട്രിയിൽ കൊണ്ടാക്കും. അപ്പോൾ ആ ലാമയുടെ തന്നെ 3 പ്രദേശം മറ്റേതൊക്കെയോ മൊണാസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. ഇവർക്ക് 8ാം സ്റ്റാൻഡേർഡ് വരെ. ഇവർക്ക് 8ാം ക്ലാസ് വരെ ഇവിടെ ഫ്രീ എഡ്യൂക്കേഷനാണ്. കാരണം അതായത് റിലീജിയൻ ബന്ധപ്പെട്ട് തിയോളജി അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന് 8ന് ശേഷമാണ് നമ്മളുടെ സയൻസ് സബ്ജക്റ്റുകൾക്ക് ഇവർക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് പുറത്ത് പോയി പഠിക്കണം. അപ്പം അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇവരെടുക്കും. പിന്നെ ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇവിടെ ഒരുപാട് കുട്ടി സന്യാസിമാരില്ലേ. അപ്പോൾ ഇതിലാരാണ് അടുത്ത ഇപ്പം നമ്മുടെ ദലൈലാമ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെഡായിട്ട് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ആ കുട്ടികളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റുമെന്നാണ് നമ്മൾ ഇങ്ങനെ ചോദിച്ചത്. അങ്ങനെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ല, എങ്ങനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെ വോട്ട് ചെയ്യണോ, അല്ല അവരുടെ ഉള്ളിൽ ജനിക്കുമ്പം തന്നെ അതിൻ്റെ ഉള്ള ഒരു പൊട്ടൻഷ്യലുണ്ട്. അത് ഈ പഠന കാലയളവിൽ അവർ കാണിക്കുമെന്നാണ് നമ്മളറിഞ്ഞത്. മൊണാസ്ട്രി അടുത്തുള്ള സൂപ്പർ വ്യൂ പോയിൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ടെമ്പിൾ ഓപ്പണായി കാണും. അപ്പോൾ ടെമ്പിൾ ഓപ്പൺ ആകുന്നതിന് വരെയുള്ള കളികളൊക്കെ മതി പുറത്ത്. കാരണം നമുക്ക് അകത്ത് ഒരുപാട് കാണാനുണ്ട്. കാരണം അതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ തന്നെ ഒരുപാട് മ്യൂറൽസ് ഒക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ മറ്റ് മൊണാസ്ട്രിയിൽ നിന്ന് വ്യത്യാസം പെയിന്റഡ് ഒരുപാട് മ്യൂറൽസ് ഒരുപാടുണ്ട്. പക്ഷെ അകത്ത് തന്നെ ഭയങ്കര വെറൈറ്റിയാണ് ചെയ്തേക്കുന്നത്. ആ ബുദ്ധൻ്റെ ഒക്കെ പ്രതിമ കാണുന്നുണ്ട്. ഭയങ്കര എടുത്തറിയാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് അത്രമാത്രം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരേ സമയം എല്ലാവർക്കും പൂജയിൽ സൈഡിൽ കാണുന്നല്ല തന്നെ അവരിരുന്ന് പഠിക്കുന്നതും അവരുടെ പൂജ ഓഫർ ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ തുറന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് അധികം സഞ്ചാരികളൊന്നും കാണാൻ പറ്റുന്നില്ല. അവരുടെ ബുദ്ധമത വിശ്വാസത്തിലായിട്ടുള്ള കുറച്ച് ആൾക്കാർ, പിന്നീട് ഈ കുട്ടിലാമ്മമാർ, സന്യാസിവര്യന്മാർ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഇപ്പം കൂടുതലുള്ളത്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മളെ ഉള്ളെന്ന് തോന്നുന്നില്ല. നമ്മൾ രാവിലെ വന്ന് നമ്മളെ ഉള്ളൂ. സാധാരണ ഇത്രയും വലിയ സ്റ്റാച്യു ഇത് ഗോംബയ്ക്ക് വെളിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ ഗോംബയ്ക്കകത്താണ് ഇത് കാണുന്നത്. ഇലുമിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, അടിപൊളിയാണ്. നല്ല രസമാണ് കാണാൻ. ഇവർ ഒരുപാട് ഓഫറിങ്ങുകൾ കിട്ടും. അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ വരുന്നവർക്ക് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ്, പ്രസാദം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അവർ നമുക്ക് തിരിച്ചു തരാണ് ചെയ്യുന്നത്. അങ്ങനെ എടുത്തു പോവുക, അല്ലെങ്കിൽ കുട്ടിലാമ്മമാർക്ക് കൊടുക്കുന്നുണ്ട്. ബുദ്ധമതം എന്ന് പറയുന്നത് ഭയങ്കര ദാനശീലത അങ്ങനെയുള്ള ഒരു കസ്റ്റമാണ് അവർ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ഇതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ തവാങ് മൊണാസ്ട്രിയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളും മറ്റും തന്നെ ഇവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഹിന്ദു ഗോഡ്സിന്റെ സ്റ്റാച്യു ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ. കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മൾ കണ്ടായിരുന്നു. ഉണ്ട്. ഇത് അവരുടെ രാവിലത്തെ ഫുഡിങ്സിൻ്റെ ഐറ്റംസ് ഒക്കെ ആയിരിക്കുന്നത്. ശരി, നല്ല രസമാണ് കാണാൻ. ഭയങ്കര നല്ല ഭംഗിയാണ് കാണാൻ. ആ ഒരു ലൈറ്റ്സ് ഫുള്ളൂടെ ഇട്ട് കഴിയുമ്പോൾ കണ്ടോ, ഫുള്ളും മ്യൂറൽ പെയിന്റിങ്സ്, കളർഫുള്ളാണ്. അതെ. അത് മാത്രമല്ല, മ്യൂറൽ പെയിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബുദ്ധന്റെ ജന്മമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ, ജാതക കഥകൾ, അങ്ങനെയുള്ള കഥകളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ആലേഖനം ചെയ്തു. ഇത് ഡബിൾ സ്റ്റോർഡ് ആണ്. ഇത് മുകളിലൊരു ലെയർ കൂടി ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ പ്രൊഹിബിറ്റഡ് ആണ്. ഇല്ല, നമുക്ക് പോകാൻ ജസ്റ്റ് കുറച്ച് സ്ഥലം വരെ കണ്ടല്ലോ ഉള്ളത്. ഇത് നമ്മുടെ അടിക്കുന്ന ഡ്രം, പൂജ സമയത്ത് വരെ മുഴക്കുന്ന ഡ്രം, നമുക്ക് കേൾക്കായിരുന്നു. യോധാസനമേക്കത്ത് കാണുന്നത്. ഇങ്ങനെ വെക്കുന്ന വെള്ളമൊന്നും ചൂടാവാത്തതുകൊണ്ട് നമുക്കിന്ന് ഫുഡ് കുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. ഫുൾ അട്ടർ ഫ്ലോപ്പായിരുന്നു. രാവിലെ ഒരു ചായ പോലും ചൊവ്വേ കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇവക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ അതിൻ്റെ ഒരു അറിയാലോ, വിശന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പ്രാന്ത എൻ്റെ കൂട്ടം. അപ്പോൾ ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കണം. അപ്പോൾ ഇവിടെ ലാങ്കറുണ്ട്. ലാങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറേ കുറുക്ക്, പ്യൂരേ ഫോം, അങ്ങനെയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം വെളിയിൽ ചെന്നിട്ട് നമ്മുടെ ലാമച്ചേട്ടൻ പറഞ്ഞേക്കുന്നത് അവിടെ അടിപൊളി കടയുണ്ട്, നമുക്ക് അവിടെ കയറി ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഇവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോട്ടോ കിട്ടാനുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. ഒരു യൂട്യൂബ് വ്ളോഗറുടെ രോദനം. തവാങ് മൊണാസ്ട്രിയുടെ സെക്കൻഡ് ഫ്ലോറും നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് അക്സസിബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണാം. പക്ഷേ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വേറൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം ആ ബുദ്ധൻ്റെ ഒരു പ്രതിമ, അതിൻ്റെ ഒരു വലിപ്പമൊക്കെ നമുക്ക് അറിയണമെങ്കിൽ താഴെ നോക്കിയാലേ പറ്റത്തുള്ളൂ. പക്ഷേ അത് കുറച്ചുകൂടെ അടുത്ത് കാണുമ്പോഴത്തേക്ക് ആ ഒരു മാസീവ് ഫീലിംഗ് കണ്ട, ആ ചെന്ന് കയറുമ്പോഴേ തന്നെ ആ ഒരു പ്രതിമ എടുത്തറിയാണ് നമുക്ക് ചെയ്യുന്നത്. ആ ബാക്കിലത്തെ ഹാലോയും ആ കളറും ആ ലൈറ്റിങ്സും എല്ലാം കൂടെ ചേർന്നിട്ട് ഭയങ്കര വേറൊരു നമ്മളെന്തൊരു ഇല്യൂഷൻ മാതിരിയാണ് നമുക്ക് തോന്നുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ നിൽക്കുന്ന മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ തീരെ ചെറിയ ആൾക്കാരായിട്ടാണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, അധികം വലിയ വെട്ടമൊന്നും ഇട്ടിട്ടില്ല. രാവിലെ വരുന്ന സൂര്യപ്രകാശമാണ് ഇതിന് ഇത്രയും ഭംഗി കൊടുക്കുന്നത്. അതിനനുസരിച്ചുള്ള ഗ്ലാസ്സിലുള്ള അറേഞ്ച്മെന്റ്സ് ഇവിടെ ഒരുപാട് ധാരാളം വെളിച്ചം കിട്ടുന്ന രീതിയിൽ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഇതിനകത്ത് ഇത്രയും ഭംഗി കൂട്ടുന്നത്. അതായത് പല കളറിലുള്ള ഗ്ലാസ്സുകളാണ്, ഗ്ലാസ് പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. സെക്കൻഡ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ബുദ്ധൻ്റെ പലതരത്തിലുള്ള പ്രതിമകൾ, ബോധിസത്വന്മാർ, അവരുടെ കഥകൾ, അങ്ങനെയുള്ള മ്യൂറൽസ് കൊണ്ട് ഭയങ്കര രസകരമാണ് സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ഒരുപാട് സമയം ഇവിടെ നിന്ന് കണ്ട് ആസ്വദിച്ചു പോകും. നമ്മൾ ഈ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. എല്ലാം നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ശരിക്കും ഒരു മായിക ലോകം തന്നെയാണ് നമ്മുടെ തവാങ് മൊണാസ്ട്രി എന്ന് പറയുന്നത്. അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയത്ത് ഇവിടെ സ്പെൻഡ് ചെയ്തു പോകും. ഭയങ്കര കളർഫുള്ളാണ്, എടുപ്പാണ്, കളറിൻ്റെ എടുപ്പാണ്, ഭയങ്കര കളർഫുള്ളാണ്. അവരത് അലൈൻ ചെയ്തേക്കുന്നത് ഇത് കണ്ടോ, ആ നേരെ വന്ന് നിൽക്കുമ്പം അതൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ എത്ര വീഡിയോയിൽ നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല, നമ്മളത് നേരിട്ട് തന്നെ കണ്ടറിയണം. ഭയങ്കര ഒരു ഫീലിംഗ് ആണ്, മെഡിറ്റേഷൻ, ആ ഒരു സൈലൻസ് ഭയങ്കരമാണ്, ഭയങ്കര അറ്റ്മോസ്ഫിയർ ഭയങ്കരമാണ്. സൂപ്പർ സംഭവം, മിസ്സാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്, ശരിക്കും അടിപൊളി. അതെ. അപ്പോൾ നമ്മൾ തവാങ് മൊണാസ്ട്രി വെച്ച് പരിചയപ്പെട്ടാണ് നമ്മുടെ സുനിൽ സാറും വില മാഡവും. ഒരു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ വാൻ ലൈഫിൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം സാറിൻ്റെ വാൻ ലൈഫിന് എല്ലാ ആശംസകളും. ഒന്നും മതിയായിരുന്നു. നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. നമ്മൾ റൊട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് വന്ന റൊട്ടി, നല്ല അടിപൊളി റൊട്ടി. നമ്മളുടെ കഴിച്ച എന്താ കടലയാണ്, ആ സൂപ്പർ കറി. എന്നിട്ട് എന്തുവാ വേണ്ടല്ലേ? നൂയിയോ? എന്നിട്ട് നൂയില്ല. കൊള്ളാവിടെ ബ്രോ, എങ്ങനെയുണ്ട്? ആ സൂപ്പറാണോ?
ഇത് നമ്മുടെ മാർക്കറ്റ് തന്നെ, തവാങ് മാർക്കറ്റ്. സബ്ജി ആ